പബ്ലിക് ഇൻ്റർനാഷണൽ ലോ എന്ന സബ്ജക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ഒന്ന് ഓടിച്ച് കവർ ചെയ്യുന്ന ക്ലാസ്. നമ്മൾ സാധാരണ എല്ലാ ക്ലാസ്സും അങ്ങനെയാണ്. ആദ്യത്തെ ക്ലാസ് ഒരു ഓവർവ്യൂ ആണ്. ഇത് പ്രധാനമായും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. എക്സാമിന് തൊട്ട് മുമ്പ് ഒരു റിവിഷൻ പോലെ കാണാവുന്ന ക്ലാസ്സാണ്. എന്നാൽ അങ്ങനെ അല്ലാതെ ഈ സബ്ജക്റ്റിനെ കുറച്ചും കൂടെ ഡെപ്തിൽ ഓരോ ടോപ്പിക്കായിട്ട് മനസ്സിലാക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ പ്രീമിയം കോഴ്സിൽ അവൈലബിൾ ആണ്. ഇതൊരു ഓവർവ്യൂ ക്ലാസ്സാണ്. ഇതൊരു ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണ്. ഇത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ പ്രീമിയം കോഴ്സിൻ്റെ ലിങ്ക് അത് റെഡിയാവുന്ന മുറയ്ക്ക് ഇതേ വീഡിയോയുടെ താഴെ തന്നെ ലിങ്കായിട്ട് കൊടുക്കുന്നുണ്ടാവും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് നേരിട്ട് പോവാം. പബ്ലിക് ഇൻ്റർനാഷണൽ ലോ എന്നുള്ള സബ്ജക്റ്റ് നമ്മൾ കാണുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ഇതൊരു ഇൻ്റർനാഷണൽ ലോയാണ്. നമ്മൾ പലതരത്തിലുള്ള നിയമങ്ങൾ പഠിച്ചു. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ പഠിച്ചു ഇന്ത്യയുടെ. അതിന് താഴെ പലതരത്തിലുള്ള സിവിൽ ക്രിമിനൽ നിയമങ്ങൾ പഠിച്ചു. IPC, CRPC പോലെയുള്ള ക്രിമിനൽ നിയമങ്ങളും CPC പോലെയുള്ള സിവിൽ നിയമങ്ങളും. പിന്നീട് ഇന്ത്യക്കകത്ത് പലതരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ട്സ് പഠിച്ചു. പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല സ്റ്റാറ്റ്യൂട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർഡിനറി ലോ എന്നുള്ള നിലയ്ക്ക് എൻവയോൺമെൻ്റൽ ലോ പഠിച്ചു, പ്രോപ്പർട്ടി ലോ പഠിച്ചു. അങ്ങനെ പല രീതിയിലുള്ള സ്റ്റാറ്റ്യൂട്ട്സ് പഠിച്ചു. പക്ഷെ ഇതിനെല്ലാം ഒരു നാഷണൽ ക്യാരക്ടറാണ് ഉള്ളത്. ഇന്ത്യക്ക് അകത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഉള്ളത്. എന്നാൽ ഇന്ത്യക്ക് പുറത്തോട്ട് അതിനൊരു വ്യാപ്തിയുള്ള തരത്തിലുള്ള ചില സബ്ജക്റ്റുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് സൈബർ ലോ പഠിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ്റെ ആംഗിളൊക്കെ എടുത്തപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നതായിട്ട് കണ്ടു. എങ്കിലും നമ്മൾ പ്രധാനമായും പഠിച്ചത് IT ആക്ട് 2000 ആണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ IT ആക്ട് ആണ് പഠിച്ചത്. അതേപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പഠിച്ചപ്പോഴും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും ഒരു നാഷണാലിറ്റിയിൽ അല്ല ഒരു നേഷനിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. എങ്കിലും ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള പേറ്റന്റ് ആക്റ്റും കോപ്പിറൈറ്റ് ആക്റ്റും ഡിസൈൻസ് ആക്റ്റും അങ്ങനെയാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റും പഠിച്ചത്. പക്ഷെ ഇന്റർനാഷണൽ ലോ എന്ന് വരുമ്പോൾ അതിനൊരു ഇന്റർനാഷണൽ ക്യാരക്ടറുണ്ട്, ഒരു അന്തർദേശീയ സ്വഭാവമുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ ക്യാരക്ടറുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതായിരുന്നു പ്രൈവറ്റ് ഇൻ്റർനാഷണൽ ലോ. ഈ ഒരു സബ്ജക്റ്റ് പബ്ലിക് ഇൻ്റർനാഷണൽ ലോയാണ്. എന്താണ് പ്രൈവറ്റ് ഇൻ്റർനാഷണൽ ലോ എന്നും എന്താണ് പബ്ലിക് ഇൻ്റർനാഷണൽ ലോയും എന്നുള്ള ഒരു വ്യത്യാസം പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രൈവറ്റ് ഇൻ്റർനാഷണൽ ലോയിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ആ പ്രൈവറ്റ് ഇൻ്റർനാഷണൽ ലോ പഠിച്ചപ്പോൾ തന്നെ അതും ഒരു നിയമമാണെന്നും നിയമമല്ലെന്നും ഉള്ള വ്യാഖ്യാനങ്ങളിൽ കൂടിയാണ് നമ്മൾ ആ സബ്ജക്റ്റും പഠിച്ചത്. പ്രൈവറ്റ് ഇൻ്റർനാഷണൽ ആപ്ലിക്കബിൾ ആവണമെങ്കിൽ അവിടെ ഫോറിൻ എലമെന്റ് വരണം. ഒരു ഫോറിൻ എലമെന്റ് വരുമ്പോഴാണ് പ്രൈവറ്റ് ഇൻ്റർനാഷണൽ വരുന്നത്. മാത്രമല്ല ആ ഫോറിൻ എലമെന്റ് ബാധിക്കുന്നത് വ്യക്തികളെയുമാണ്. അവിടെ ക്രിമിനൽ നിയമങ്ങൾ ആപ്ലിക്കബിൾ അല്ല. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇന്ത്യക്കാരനായ വ്യക്തി ഒരു അമേരിക്കക്കാരിയെ വിവാഹം ചെയ്ത് ഫ്രാൻസിൽ പോയതിനു ശേഷം അവിടെ വെച്ച് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കിയാൽ അവിടെ പല രാജ്യങ്ങളുടെ നിയമങ്ങൾ ആപ്ലിക്കബിൾ ആയിട്ട് വരും. കൂടുതലും നമ്മൾ കണ്ടു പ്രൈവറ്റ് ഇൻ്റർനാഷണലോടെ സമയത്ത് വ്യക്തി അധിഷ്ഠിതമായ കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഡീൽ ചെയ്തത്. ഇൻഡിവിജ്വൽസ് ആണ് അവിടുത്തെ പ്രധാന ആക്ടേഴ്സ്. ആ ഇൻഡിവിജ്വൽസിൻ്റെ സിവിൽ നേച്ചറിലുള്ള ഡിസ്പ്യൂട്ടുകൾ റിസോൾവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അഡ്ജുഡിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൈവറ്റ് ഇൻ്റർനാഷണൽ ലോയിൽ കണ്ടത്. അതിനകത്ത് ഏത് രാജ്യത്തെ നിയമം അപ്ലൈ ചെയ്യണം, അതിനകത്ത് ജൂറിസ്ഡിക്ഷൻ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് പ്രൈവറ്റ് ഇൻ്റർനാഷണൽ ലോയിൽ കണ്ടത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പബ്ലിക് ഇൻ്റർനാഷണൽ ലോയിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തികൾ എന്നുള്ളതിനേക്കാളും ഉപരി
ഇവിടെ സ്റ്റേറ്റിനാണ് പ്രസക്തി. 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നം. പ്രധാനമായും നമുക്ക് കാണാവുന്നത് 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, കരാറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പബ്ലിക് ഇന്റർനാഷണൽ ലോയിൽ പഠിക്കുന്നത്. അപ്പം ഇതിനകത്ത് പ്രധാന ആക്ടേഴ്സ് സ്റ്റേറ്റ് ആണ്. എന്നാൽ സ്റ്റേറ്റ് അല്ലാതെയും മറ്റ് ആക്ടേഴ്സ് ഉണ്ട്, അതിലേക്ക് നമ്മൾ വരും. ഇവിടെയും ഇൻഡിവിജ്വൽസ് പോലും ആക്ടേഴ്സ് ആവാം. പക്ഷെ പ്രധാനമായും ലളിതമായി മനസ്സിലാക്കാൻ, നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കാനായിട്ട്, പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോയിൽ ഇൻഡിവിജ്വൽസ് ആയിരുന്നു പ്രധാന ആക്ടേഴ്സ് എങ്കിൽ പബ്ലിക് ഇന്റർനാഷണൽ ലോയിൽ സ്റ്റേറ്റ് ആണ് പ്രധാന ആക്ടേഴ്സ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കം, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തർക്കം, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു കരാർ ഉണ്ടായിരുന്നു. ആ കരാർ ഏതെങ്കിലും ഒരു പാർട്ടി അതിൽ നിന്ന് പുറകോട്ട് പോയി, അവിടെ എങ്ങനെ പ്രശ്നം പരിഹരിക്കാം? അല്ലെങ്കിൽ ഒരു യുദ്ധം വന്നു, ഈ യുദ്ധം ശരിക്കും ഒരു നിയമപരമായി ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? അതിനെന്തെങ്കിലും ഒരു ബേസ് ഉണ്ടോ? അങ്ങനെ തുടങ്ങി രാജ്യങ്ങളല്ലാതെ സംഘടനകളും ഇതിൻ്റെ അകത്തെ ആക്ടേഴ്സായിട്ട് വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ അന്തർദേശീയ സംഘടനകളായിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനെയുള്ള സംഘടനകൾ, അവയുടെയൊക്കെ പ്രവർത്തനങ്ങൾ, അവിടെ ഏത് നിയമമാണ് ആപ്ലിക്കബിൾ? ഒരു രാജ്യത്തിൻ്റെ അകത്തെ കാര്യത്തിനൊരു വ്യക്തതയുണ്ട്. കാര്യം മിക്കവാറും രാജ്യം സോവറിൻ ആയിട്ടുള്ള രാജ്യങ്ങളാണെങ്കിൽ അവിടെ നിയമം നിർമ്മിക്കാൻ ഒരു സഭയുണ്ടാവും, ഇന്ത്യയുടെ കേസിൽ ഒരു പാർലമെന്റ്. അപ്പോൾ അവിടെ പാർലമെന്റിന് പരമാധികാരം ഉള്ളിടത്തോളം തന്നെ പാർലമെന്റ് നിർമ്മിച്ച നിയമങ്ങൾക്ക് ഒരു വ്യക്തതയുണ്ട്, അതിൻ്റെ ജൂറിസ്ഡിക്ഷന് ഒരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ പല രാജ്യങ്ങൾ വരുമ്പോൾ ഇവിടെ എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്നിട്ടൊരു സൂപ്പർ പാർലമെന്റ് ഇല്ല, അല്ലെ എല്ലാ രാജ്യങ്ങൾക്കും കോമൺ ആയിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമം പാസ്സാക്കുന്ന ഒരു സഭയില്ല. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനെ ഒരു സൂപ്പർ പാർലമെന്റ് ആക്കി കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ അന്തർദേശീയ തലത്തിലുള്ള തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കും? ആ കാര്യങ്ങളാണ് നമ്മൾ പബ്ലിക് ഇന്റർനാഷണൽ ലോയിൽ പഠിക്കുന്നത്. അപ്പൊ ഈ പബ്ലിക് ഇന്റർനാഷണൽ ലോ എന്ന് പറയുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കി വരേണ്ടത്, ഇതിൽ ആക്ടേഴ്സ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രധാന പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളത് പലപ്പോഴും സ്റ്റേറ്റ് ആവാം, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആവാം, ചിലപ്പോഴൊക്കെ ഇൻഡിവിജ്വൽസ് പോലും ആവാം. പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോയിൽ വ്യക്തികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ സിവിൽ ഡിസ്പ്യൂട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ക്രിമിനൽ നേച്ചറുള്ള കാര്യങ്ങളും പബ്ലിക് ഇന്റർനാഷണൽ ലോയിൽ ഭാഗമായിട്ട് വരാം. പബ്ലിക് റൈറ്റ്സിൻ്റെ വയലേഷൻ, ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ജീനോസൈഡ് നടക്കുകയാണ്, അല്ലെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മറ്റു തരത്തിലുള്ള വയലേഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളുടെ പരിഗണനയും ഈ പബ്ലിക് ഇന്റർനാഷണൽ ലോയിൽ വരും. അപ്പം വളരെ ലളിതമായി വാട്ട് ഈസ് പബ്ലിക് ഇന്റർനാഷണൽ ലോ എന്ന് ചോദിച്ചാൽ, പബ്ലിക് ഇന്റർനാഷണൽ ലോ ഈസ് എ ബോഡി ഓഫ് ലീഗൽ റൂൾസ് ദാറ്റ് ഗവേൺസ് ദി റിലേഷൻസ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് അതർ ഇന്റർനാഷണൽ ആക്ടേഴ്സ്. ഇപ്പം സ്റ്റേറ്റ് അല്ലാതെ മറ്റ് ഇന്റർനാഷണൽ ആക്ടേഴ്സും അതിൽ വരാം. പ്രധാനമായും 3 ആക്ടേഴ്സാണ് ഉള്ളത്: സ്റ്റേറ്റ്സ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇൻഡിവിജ്വൽസ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി എന്തിനാണ് പബ്ലിക് ഇന്റർനാഷണൽ ലോ പഠിക്കുന്നത്? പബ്ലിക് ഇന്റർനാഷണൽ ലോ പഠിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തുള്ള പല പ്രശ്നങ്ങളെ പറ്റി മനസ്സിലാവും, അതുമായിട്ട് ബന്ധപ്പെട്ട കരിയർ സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാവും, ഇവിടെ എന്തൊക്കെയാണ് ഒരു നീതി ലഭിക്കാനായിട്ട്, എവിടെയൊക്കെയാണ് നീതി പലപ്പോഴും ലഭിക്കാത്തതെന്നും അത് ലഭിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കാൻ ഈ പബ്ലിക് ഇന്റർനാഷണൽ ലോ പഠിക്കുമ്പോൾ മനസ്സിലാവും. അതായത് നമ്മളൊരു രാജ്യത്തിൻ്റെ അകത്തുള്ള നിയമത്തെ പലപ്പോഴും മുനിസിപ്പൽ ലോ എന്ന് വിളിക്കുകയാണെങ്കിൽ, ആ മുനിസിപ്പൽ ലോയുടെ പരിധി വിട്ട് ഒരു ഗ്ലോബ് മുഴുവനും കൂടെ ഒന്നായി കണ്ട് ഒരു ലോകത്തിന് മുഴുവനുള്ള കുറച്ച് പൊതു നിയമങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്.
അപ്പോൾ അതിനകത്ത് അങ്ങനെയുള്ള പൊതു നിയമങ്ങളുണ്ടെങ്കിൽ, ലോകത്തിന് മുഴുവൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങളുണ്ടെങ്കിൽ, ആ നിയമത്തിൻ്റെ സോഴ്സ് എന്താണ്, എവിടെ നിന്നാണ് ആ നിയമം ഉണ്ടാവുന്നത്, ആ നിയമം ആരാണ് പാസ്സാക്കുന്നത്, അല്ലെങ്കിൽ ആ നിയമം എങ്ങനെയാണ് നിലവിൽ വരുന്നത്, ആ സോഴ്സസ് ഓഫ് പബ്ലിക് ഇന്റർനാഷണൽ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സ് ഇൻ പബ്ലിക് ഇന്റർനാഷണൽ ലോ. വാട്ട് ആർ ദി ആക്ടേഴ്സ് ഇൻ പബ്ലിക് ഇന്റർനാഷണൽ ലോ? അതാണ് ആദ്യത്തെ ടോപ്പിക്ക്. രണ്ടാമത്തെ ടോപ്പിക്കാണ് സോഴ്സസ് ഓഫ് പബ്ലിക് ഇന്റർനാഷണൽ ലോ. പബ്ലിക് ഇന്റർനാഷണൽ ലോ എങ്ങനെയാണ് വരുന്നത്. പിന്നെ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് എന്താണ്. ഇതിനകത്ത് ആക്ടേഴ്സിൽ ഒരു ആക്ടറാണ് സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് അതിനകത്ത് 3 ആംഗിളും പഠിക്കണം. സ്റ്റേറ്റ് എന്നുള്ള ആംഗിള്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്നുള്ള ആംഗിള്, വ്യക്തികൾ ഇൻഡിവിജ്വൽസ് എന്നുള്ള ആംഗിള്. അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ് എന്നുള്ള ആംഗിളിലേക്ക് പോകണം. ആ സ്റ്റേറ്റിൻ്റെ സോവർണിറ്റി, ആ ഒരു പരമാധികാരം എന്നുള്ള ഒരു ആംഗിൾ പഠിക്കണം. വ്യക്തികളിലേക്ക് പോകുമ്പോൾ വ്യക്തികളുടെ റൈറ്റ്സ് പഠിക്കണം, ഹ്യൂമൻ റൈറ്റ്സ് പഠിക്കണം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ പറ്റി പഠിക്കണം. പിന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റുകൾ, അതിനെ ട്രീറ്റികൾ എന്നാണ് പലപ്പോഴും വിളിക്കുന്നത്. ആ ട്രീറ്റികളെ പറ്റി പഠിക്കണം. ആ ട്രീറ്റികളെ പറ്റി പഠിക്കുമ്പോൾ തന്നെ പലപ്പോഴും ഒരു രാജ്യത്തിൻ്റെ പുറത്ത് ഷെയർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഗ്ലോബൽ കോമൺസ് എന്നൊക്കെ വിളിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ, ഒരു രാജ്യത്തിൻ്റെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടറി, ആ ടെറിട്ടറിയിൽ ഒരു രാജ്യത്തിന് സോവർണിറ്റി ഉണ്ടെങ്കിലും ആ ടെറിട്ടറിക്ക് പുറത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്റർനാഷണൽ വാട്ടേഴ്സ്, കടൽ, ആഴക്കടലുകൾ, അല്ലെങ്കിൽ ഓപ്പൺ എയർ, അല്ലെ, ഒരു എന്താ പറയുക, ഒരു സ്പേസിന്റെ ആംഗിളിലേക്ക് വരുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ, അതായത് എയറിലെ കാര്യം, സ്പേസിലെ കാര്യം, അതേപോലെ ഹൈ സീയുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ഈവൻ ഇന്റർ പ്ലാനറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ പോലും. ഇപ്പൊ ഒരു മൂൺ, അല്ലെ, ചന്ദ്രനിൽ ആർക്കാണ് അവകാശം? ഏതെങ്കിലും ഒരു രാജ്യം ആദ്യം ചന്ദ്രനിൽ പോയാൽ ആ ചന്ദ്രന്റെ അവകാശം ആ രാജ്യത്തിന് കിട്ടുമോ? അല്ലെങ്കിൽ നാളെ മാഴ്സിലേക്ക് ആദ്യം ഒരു രാജ്യത്ത് നിന്ന് ഒരു സ്പേസ് ക്രാഫ്റ്റ് പോയി കഴിഞ്ഞാൽ ആ മാഴ്സിന്റെ പൂർണ്ണമായ അവകാശം ആ രാജ്യത്തിന് കിട്ടിയെന്ന് കണക്കാക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പബ്ലിക് ഇന്റർനാഷണൽ ലോയുടെ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആലോചിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ ലോ ഓഫ് ദി സീസ്, അല്ലെങ്കിൽ ലോ ഓഫ് ഔട്ടർ സ്പേസ്, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതേപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സമാധാനപരമായി സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത്, ആ കാര്യവും പബ്ലിക് ഇന്റർനാഷണൽ ലോ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് സെറ്റിൽമെന്റ്, ഡിസ്പ്യൂട്ട്സ് എങ്ങനെ റിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് എങ്ങനെ റിസോൾവ് ചെയ്യാം, ആ കാര്യങ്ങൾ. അപ്പം ഇത് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് ഈ പബ്ലിക് ഇന്റർനാഷണൽ ലോയുടെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ അതിനകത്ത് പഠിക്കാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പബ്ലിക് ഇന്റർനാഷണലിൽ പഠിക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഒരു ഫ്രെയിം വർക്ക് എന്നുള്ള രീതിയിൽ സ്പെക്ട്രം എന്നുള്ളൊരു വാക്ക് വെച്ച് ഒന്ന് ആലോചിക്കുക. ഞാൻ ഡെവലപ്പ് ചെയ്തൊരു ഫ്രെയിം വർക്കാണ്. ഈ ഒരു ഫ്രെയിം വർക്ക് ഉപയോഗിച്ചാൽ എളുപ്പത്തിൽ പബ്ലിക് ഇന്റർനാഷണൽ ലോ കണക്ട് ചെയ്ത് പഠിക്കാം. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് ഒറ്റയടിക്ക് ഓർക്കാൻ പറ്റും. സ്പെക്ട്രത്തിൽ ഓരോ ലെറ്റേഴ്സ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണക്ട് ചെയ്യാം. സ്റ്റേറ്റ്സ്, ഇതിനകത്ത് പ്രധാന ആക്ടേഴ്സിൻ്റെ അകത്ത് ഏറ്റവും പ്രധാന സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ്, ഇൻഡിവിജ്വൽസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. അപ്പോൾ സ്റ്റേറ്റ്സ് പഠിക്കണം. സ്റ്റേറ്റ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്സിന്റെ സോവർണിറ്റി എന്നുള്ള കൺസെപ്റ്റ് ആലോചിക്കണം. അതാണ് എസ്. പിന്നെ ഈ പബ്ലിക് ഇന്റർനാഷണൽ ലോയിലെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതിന്റെ സോഴ്സ് എന്താണ്, എവിടുന്നാണ് ഈ പബ്ലിക് ഇന്റർനാഷണൽ ലോ നിലവിൽ വരുന്നത്. ഇനി അതിന്റെ എൻഫോഴ്സ്മെന്റ്, അതിന്റെ ജൂറിസ്ഡിക്ഷൻ എന്താണ്, അതെങ്ങനെയാണ് ആ നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നത്. ഇനി തർക്കങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പരിഹരിക്കുന്നത്, കോർപ്പറേഷന്റെ റൂട്ടിൽ പരിഹരിക്കാൻ പറ്റുമോ, അതോ അതിന് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന് വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റുകൾ, കരാറുകൾ, അതാണ് ട്രീറ്റീസും ഒബ്ലിഗേഷൻസും വരുന്നത്. പിന്നീട് ഈ സ്റ്റേറ്റിന്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും അത് നമ്മൾ പഠിക്കാനുണ്ട്. പിന്നെ ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള കൺസേൺസ് ഉണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും പൊതുവെയുള്ള ചില കാര്യങ്ങൾ, അതിനെ വേണം നമുക്ക് ഗ്ലോബൽ കോമൺസ് എന്ന് വിളിക്കാം, ആ കാര്യങ്ങൾ. അതേപോലെ പുതിയതായിട്ടുള്ള ചലഞ്ചുകൾ, അതുപോലെ പബ്ലിക് ഇന്റർനാഷണൽ ലോ ചുരുക്കി PIL എന്ന് വിളിച്ചാൽ PIL എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ലോ ഓഫ് നേഷൻസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കാര്യത്തിൽ പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോയെ പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഓഫ് ലോസ് എന്നായിരുന്നു വിളിക്കുന്നത്. ഇവിടെ ലോ ഓഫ് നേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇതിൻ്റെ ഭാവി എന്താവും, ഭാവിയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഭാവിയിലുള്ള
ചലഞ്ചസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോഴും അത് ലോകം മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചലഞ്ചുകളായിട്ട് വരും. ഈ സ്പെക്ട്രത്തിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ആലോചിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു എസ്സേയൊക്കെ ചോദിച്ചാൽ, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ആംഗിളിൽ പബ്ലിക് ഇൻ്റർനാഷണലെ പറ്റി ചോദിച്ചാൽ ഈ ഒരു സ്പെക്ട്രം ഫ്രെയിം വർക്ക് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് വരും. നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഇത് പഠിക്കുന്നത് എന്തിനാന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നേരത്തെ തന്നു. ഒന്നും കൂടി ഡെവലപ്പ് ചെയ്താൽ നമുക്ക് ഈ ലോകത്തിൻ്റെ ഒരു വ്യവസ്ഥിതി, പ്രത്യേകിച്ചും ഈ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഏതാണ്ട് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ പബ്ലിക് ഇന്റർനാഷണൽ ആയിട്ടുള്ള. പത്രത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പേജ് തന്നെയുണ്ട്, വിദേശം എന്നുള്ളൊരു പേജ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട പേജ് പല ഇംഗ്ലീഷ് പത്രങ്ങളിലുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. അതായത് അങ്ങനെയുള്ള വാർത്തകൾ, ലോകത്തെ ഒരു ഗ്ലോബൽ ഓർഡറുമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പബ്ലിക് ഇന്റർനാഷണൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ സമകാലിക സംഭവങ്ങളെ മനസ്സിലാക്കാൻ, കറണ്ട് ഇവൻസിനെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ളിടത്ത് മനുഷ്യാവകാശം ഉയർത്തിപ്പിടിക്കാനും അതുപോലെ നീതി നടപ്പിലാവാനും ഈ ഒരു പഠനത്തിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ മാത്രമല്ല, ഒരു രാജ്യത്തെ നിയമവും ലോകത്തെ നിയമവും തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുതിയതായി വരുന്ന ഇഷ്യൂകൾ മനസ്സിലാക്കാനും ഒരു ഗ്ലോബൽ മൈൻഡ് സെറ്റ്, ഒരു വിശ്വപൗരൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ ഒരു വിശ്വപൗരനാവാൻ ഈ ഒരു കാര്യം, ഒരു രാജ്യത്തിൻ്റെ ഒരു ചെറിയ ചട്ടക്കൂടിൽ നിന്ന് ഒരു ലോകത്തിൻ്റെ വിശാലമായ ഒരു ക്യാൻവാസിലേക്ക് എത്തി നോക്കാൻ നമുക്ക് പബ്ലിക് ഇന്റർനാഷണൽ പഠിക്കുന്നതിലൂടെ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ പബ്ലിക് ഇന്റർനാഷണലുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആസ്പെക്റ്റുകളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ട് ഞാനിപ്പം പോകുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സിലബസിനെ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ കീവേഡ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ. ഒരു 2-2.5 മണിക്കൂർ നിങ്ങൾ ക്ഷമയോടെ ഇരുന്നാൽ ഉറപ്പായിട്ടും ആ സിലബസിലുള്ള പ്രധാന കീവേഡ്സ് എല്ലാം നമുക്ക് കവർ ചെയ്ത് മാറാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ സിലബസിൻ്റെ അതേ ഒരു ഓർഡറിലൊന്നും ആയിരിക്കില്ല. കുറച്ചും കൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൂടെ ആയിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് പോകുന്നത്. പക്ഷേ ഇതിപ്പം സിലബസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് അതിൻ്റെ ഓർഡർ തന്നെ ഫോളോ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്റർനാഷണൽ ലോയുടെ ബേസിക് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ. അപ്പോൾ ഇന്റർനാഷണൽ ലോയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ബോഡി ഓഫ് ലീഗൽ റൂൾസ് ആണ്. സോവറിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ സോവറിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്സും മറ്റ് ഇന്റർനാഷണൽ ആക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പോ ആയി ബന്ധപ്പെട്ട നിയമങ്ങളാണ്, ബോഡി ഓഫ് റൂൾസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആലോചിക്കണം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് പ്രധാനമായും 3 ആക്ടേഴ്സാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. 1 സോവറിൻ സ്റ്റേറ്റ്സ്, 2 ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, 3 ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഈ 3 ആക്ടേഴ്സ് അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ ഈ ഇന്റർനാഷണൽ ആക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് പബ്ലിക് ഇന്റർനാഷണൽ. ഇതൊരു എല്ലാ വിഷയത്തെ പോലെ ഇതൊരു നിയമമാണ്, പക്ഷേ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിസ് ലാക്സ് എ സെൻട്രലൈസ്ഡ് എൻഫോഴ്സ്മെന്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മുനിസിപ്പൽ ലോ ആണെങ്കിൽ ആ നിയമം നടപ്പിലാക്കാനായിട്ടൊരു അതോറിറ്റി ഉണ്ട്. ഈ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു അതോറിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ രാജ്യങ്ങളുടെ കൺസെന്റും കോപ്പറേഷനും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. പരസ്പരം സമ്മതവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു നിയമം നടപ്പിലാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ എന്താ, ഒരു വികേന്ദ്രീകൃതമായ സമ്പ്രദായമാണ്. നമ്മുടെ മുനിസിപ്പൽ ലോ ആണെങ്കിൽ സെൻട്രലൈസ്ഡ് ആണ്. ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട്. ആ സെൻട്രൽ അതോറിറ്റിയാണ് ആ നിയമം നിർമ്മിക്കുന്നത്, നിയമം നടപ്പിലാക്കുന്നത്. ആ നിയമത്തിൽ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അത് അഡ്ജുഡിക്കേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. എല്ലാം സെൻട്രലാണ്. പക്ഷേ പബ്ലിക് ഇന്റർനാഷണൽ ലോയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഡീസെൻട്രലൈസ്ഡ് ആണ്. ഒരു വെർട്ടിക്കലായിട്ടല്ല ഇത് വർക്ക് ചെയ്യുന്നത്, ഒരു ഹൈറാർക്കിക്കൽ രീതിയിലും അല്ല, ഇതൊരു ഹൊറിസോണ്ടലായിട്ടാണ് ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതും പബ്ലിക് ഇന്റർനാഷണലോടെ ഒരു പ്രത്യേകതയാണ്. ഇനി ഇത് ശരിക്കും ഒരു നിയമം തന്നെയാണോ? ഈസ് ഇന്റർനാഷണൽ ലോ റിയലി എ ലോ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യനാണ്.
അപ്പോൾ അതിനകത്ത് രണ്ട് ആംഗിളിലും പറയുന്നുണ്ട്. ഇത് നിയമമാണെന്നും നിയമമല്ലെന്നും ഉള്ള രണ്ട് വാദങ്ങളുണ്ട്. നിയമമാണെന്ന് പറയുന്നവർ, സപ്പോർട്ടേഴ്സ് ആർഗ്യൂ ഇറ്റ് ഈസ് എ ലോ ബിക്കോസ് ഇറ്റ് ഗവേൺസ് കണ്ടക്ട് ആൻഡ് ക്യാരീസ് കോൺസിക്വൻസസ്. എന്ന് പറഞ്ഞാൽ ഇത് നിയമമാണെന്ന് വാദിക്കുന്നവർ പറയുന്നത് എന്താണ്? ഇത് നിയമമാണ്. എന്തുകൊണ്ടെന്നാൽ അത് രാജ്യങ്ങളുടെ സ്വഭാവത്തെ തീരുമാനിക്കുന്നു. മാത്രമല്ല, ആ നിയമം അനുസരിച്ചില്ലെങ്കിൽ ചില കോൺസിക്വൻസസ് ഉണ്ട്. ഉദാഹരണത്തിന് സാങ്ഷൻസ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഫോളോ ഔട്ട്. അതെന്താണെന്ന് നമ്മൾ ഇനിയുള്ള ഭാഗത്ത് നമ്മളത് ഡിസ്കസ് ചെയ്യും. പക്ഷെ ഒരു രാജ്യത്തിൻ്റെ സ്വഭാവം തീരുമാനിക്കുകയും അതുപോലെ ആ നിയമം അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകളും ഉള്ള സ്ഥിതിക്ക് അതിന് നിയമത്തിൻ്റെ സ്വഭാവം ഉണ്ട് എന്നാണ് പബ്ലിക് ഇൻ്റർനാഷണൽ ലോയെ നിയമമായിട്ട് കണക്കാക്കുന്നവർ പറയുന്നത്. ഇനി നിയമമല്ല, പബ്ലിക് ഇൻ്റർനാഷണൽ ഒരു നിയമമല്ല എന്ന് പറയുന്നതിൽ ഒരു പ്രധാനിയാണ് ജോൺ ഓസ്റ്റിൻ. അപ്പോൾ ഓസ്റ്റിനെ പോലെയുള്ളവർ ഇതെന്തുകൊണ്ട് നിയമമല്ല എന്ന് പറയുന്നു? കാരണം ഇതിനൊരു സോവറിൻ ലെജിസ്ലേറ്റർ ഇല്ല. ഓസ്റ്റിൻ്റെ കൺസെപ്റ്റിൽ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഒരു സോവറിൻ വേണം. അപ്പോൾ ഈ നിയമമൊന്നും ഉണ്ടാക്കുന്നത് ഒരു സോവറിൻ അല്ല. സോവറിൻ ഉണ്ടാക്കാത്തതൊന്നും നിയമവും അല്ല. അതാണ് ഓസ്റ്റിനെ പോലെയുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു യഥാർത്ഥ നിയമമായി കണക്കാക്കാൻ സാധിക്കുകയില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പം സപ്പോർട്ടേഴ്സ് ഓഫ് ദോസ് ഹു കൺസിഡർ പബ്ലിക് ഇൻ്റർനാഷണൽ ലോ ആസ് എ ലോ, അവരുടെ ആർഗ്യുമെന്റ്സ് എന്താണ്? ദോസ് ഹു ആർ എഗെയിൻസ്റ്റ് ഇറ്റ്, അവരുടെ ആർഗ്യുമെന്റ്സ് എന്താണ്? അത് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു ബേസിസ് എന്ന് പറഞ്ഞാൽ, ഇന്റർനാഷണൽ ലോയുടെ ബേസിസ് എന്താണ്? ബേസിസ് എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായും രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൺസെൻ്റാണ്, ഒരു എഗ്രിമെൻ്റ് ആണ്, അവർ തമ്മിലുള്ളൊരു സമ്മതമാണ്. അത് വളരെ പ്രധാനമാണ്. കൺസെൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഈസ് ഫണ്ടമെൻ്റൽ. പിന്നെ ഇതിനകത്ത് ചില പ്രിൻസിപ്പിളുകളുണ്ട്. പൊതുവെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളുകൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ലോ, പ്രിൻസിപ്പിൾസ് ഓഫ് പോസിറ്റിവിസം, പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പ്രാക്ടീസ്. ഇത് നമ്മൾ ഇനിയുള്ള ഭാഗത്ത് കാണും. പ്രിൻസിപ്പിൾസ് ഓഫ് കൺസെൻ്റാണ് ഏറ്റവും പ്രധാനം. പിന്നെ നാച്ചുറൽ ലോ എന്നുള്ള പ്രിൻസിപ്പിള്, പോസിറ്റിവിസം എന്നുള്ള പ്രിൻസിപ്പിള്, സ്റ്റേറ്റ് പ്രാക്ടീസ് എന്നുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ പബ്ലിക് ഇൻ്റർനാഷണൽ ലോയുടെ നേച്ചറിനെ പറ്റിയും ബേസിസിനെ പറ്റിയും പഠിക്കേണ്ടത്. അപ്പം പ്രധാനമായും ഓർക്കുക, ഇന്നത്തെ ആക്ടേഴ്സ് 3 ആക്ടേഴ്സാണ്. കൺസെൻറ്റും കോപ്പറേഷനുമാണ്, ഡീസെൻട്രലൈസ്ഡ് ആണ്, ഹൊറിസോണ്ടൽ ആണ്. നിയമമാണെന്ന് പറയുന്നവരുണ്ട്, നിയമം അല്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രധാന പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ കൺസെൻ്റ് ആണ്, നാച്ചുറൽ ലോ ആണ്, പോസിറ്റിവിസം ആണ്, സ്റ്റേറ്റ് പ്രാക്ടീസ് ആണ്. ഇത്രയാണ് നേച്ചർ ആൻഡ് ബേസിസ് ഓഫ് ഇന്റർനാഷണൽ ലോ. ഇനി ഇന്റർനാഷണൽ ലോയുടെ ഡെഫിനിഷനെ പറ്റി വരുമ്പം നമുക്ക് ഓപ്പൺഹെയിംസിന്റെ ഡെഫിനിഷൻ ഒന്ന് പഠിക്കാം. ഓപ്പൺഹെയിംസിന്റെ ഡെഫിനിഷൻ, ലോ ഓഫ് നേഷൻസ്, അതാണ് പബ്ലിക് ഇൻ്റർനാഷണലോടെ മറ്റൊരു പേരെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ ലോ ഓഫ് നേഷൻസ് എന്ന് എവിടെയെങ്കിലും ക്വസ്റ്റനിൽ കണ്ടാൽ അവിടെ പബ്ലിക് ഇൻ്റർനാഷണൽ ലോ എന്നാണ് അർത്ഥമാക്കേണ്ടത്. രാജ്യങ്ങളുടെ നിയമം. Law of nations or international law is the name for the body of customary and conventional rules which are considered legally binding by civilized states in their relations with each other. അപ്പം ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ എ ബോഡി ഓഫ് കസ്റ്റമറി ആൻഡ് കൺവെൻഷണൽ റൂൾസ് ആണ്. എ ബോഡി ഓഫ് കസ്റ്റമറി ആൻഡ് കൺവെൻഷണൽ റൂൾസ് which are considered legally binding by civilized states in their relations with each other. അതാണ് ഓപ്പൺഹെയിംസിന്റെ ഡെഫിനിഷൻ. ഇനി പുതിയ ആധുനിക വ്യൂ എന്താണ്? മോഡേൺ വ്യൂ എന്താണ്? മോഡേൺ വ്യൂവിൽ ഈ സിവിലൈസ് സ്റ്റേറ്റുകൾ മാത്രമല്ല, അങ്ങനെയുള്ള ഒരു ഇന്റർ സ്റ്റേറ്റ് റിലേഷൻസ് മാത്രമല്ല, ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും പബ്ലിക് ഇൻ്റർനാഷണലോയുടെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് മോഡേൺ വ്യൂ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് സോവറിൻ സ്റ്റേറ്റ്സ് ഉണ്ട്, ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. അപ്പം ഈ 3 കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ ആംഗിളിൽ കാണണം എന്ന് മനസ്സിലായി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുമ്പോൾ രാജ്യങ്ങളുടെ സമ്മതപ്രകാരമുള്ള നിയമങ്ങളാണ്. അവിടെ കൺവെൻഷൻസും കസ്റ്റംസും എഗ്രിമെന്റ്സും ഒക്കെയാണ് അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കാര്യം അവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ കണ്ടു കഴിഞ്ഞു. അപ്പം ഈ ഒരു പ്രത്യേകത വെച്ച് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. വെറുതെ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെ ഇതിനകത്തുള്ളൂ. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു നിയമം എങ്ങനെ വരുന്നു? പലപ്പോഴും ഈ സമ്മതം വഴിയാണ് നിയമം വരുന്നത്, അല്ലേ? ഇപ്പൊ 2 രാജ്യങ്ങൾ തമ്മിൽ വെറുതെ സമ്മതിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു നിയമമായോ?
ഇന്ത്യയും യു എസും തമ്മിൽ, ഇന്ത്യയിലെ സ്റ്റേറ്റിന്റെ ഹെഡും യു എസിന്റെ സ്റ്റേറ്റിന്റെ ഹെഡും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു നിയമം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞില്ലയോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ രണ്ട് തിയറികളുണ്ട്. മോണിസം എന്നുള്ളൊരു തിയറിയും ഡ്യുവലിസം എന്നുള്ളൊരു തിയറിയും ഉണ്ട്. മോണിസം എന്നുള്ള തിയറിയും ഡ്യുവലിസം എന്നുള്ള തിയറിയും. അപ്പം ഇത് തമ്മിൽ എന്താണ് എന്ന് മനസ്സിലാക്കണം. അതായത് ചില രാജ്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ രാജ്യത്തിൻ്റെ ഹെഡ്, ആ സ്റ്റേറ്റിൻ്റെ ഹെഡ് മറ്റൊരു സ്റ്റേറ്റിൻ്റെ ഹെഡുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കലി അതൊരു നിയമമായി മാറും. അതാണ് മോണിസം. എന്നാൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ അങ്ങനെ സ്റ്റേറ്റിൻ്റെ ഹെഡ്സ് തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടാൽ പോലും അതിനുശേഷം ആ കാര്യങ്ങൾ ഇന്ത്യയിലെ മുനിസിപ്പൽ ലോയിൽ, അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു സെപ്പറേറ്റ് നിയമമായി അത് പാസ്സാക്കി എടുത്തില്ലെങ്കിൽ അത് നിയമമായിട്ട് ഇന്ത്യ അംഗീകരിക്കില്ല. അപ്പോൾ അതാണ് ഡ്യുവലിസം. അവിടെ ഡ്യുവലിസത്തിൽ ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാണ്. മോണിസം എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അപ്പോൾ മോണിസത്തിൽ ഒരു എഗ്രിമെന്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഡ്യുവലിസത്തിൽ ആദ്യം ഒരു എഗ്രിമെന്റിന്റെ ആവശ്യമുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ. അതിനുശേഷം അത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളാണെങ്കിൽ അത് വീണ്ടും നമ്മുടെ സോവറിൻ ആയിട്ടുള്ള ലെജിസ്ലേച്ചറിൽ, അതായത് ഇന്ത്യൻ പാർലമെന്റിൽ അത് നിയമം പാസ്സാക്കി എടുക്കേണ്ട ആവശ്യവും ഉണ്ട്. അതാണ് ഡ്യുവലിസം. സോ വാട്ട് ഈസ് മോണിസം? മോണിസത്തിന്റെ കീ ഐഡിയ ഇതാണ്: ഇന്റർനാഷണൽ ആൻഡ് മുനിസിപ്പൽ ലോ ഫോംസ് എ സിംഗിൾ ലീഗൽ സിസ്റ്റം. ഇന്റർനാഷണൽ ലോ അപ്ലൈസ് ഓട്ടോമാറ്റിക്കലി. ഡ്യുവലിസം എന്ന് പറഞ്ഞാൽ ദർ ആർ സെപ്പറേറ്റ് സിസ്റ്റംസ്. ഇന്റർനാഷണൽ ലോ മസ്റ്റ് ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു മുനിസിപ്പൽ ലോ. അപ്പം ഇത് ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് അല്ലെങ്കിൽ 4 മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണിത്? മോണിസം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലോയും മുനിസിപ്പൽ ലോയും തമ്മിൽ വ്യത്യാസമില്ലാത്തതുപോലെയാണ്, ഒരു സിംഗിൾ ലീഗൽ സിസ്റ്റം പോലെയാണ്. ഇന്റർനാഷണൽ ലോ ഒരു ട്രീറ്റി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ആ രാജ്യത്തെ ആപ്ലിക്കബിൾ ആവും. അതാണ് മോണിസം. അങ്ങനെ ആവില്ല. ഇത് രണ്ട് സിസ്റ്റമാണ് എന്ന് പറയുന്നതാണ് ഡ്യുവലിസം. അപ്പോൾ ഇന്റർനാഷണൽ ലോയുടെ അംശങ്ങളെ ഒരു മുനിസിപ്പൽ ലോയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് മാത്രമേ അത് ആപ്ലിക്കബിൾ ആക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഡ്യുവലിസം. അപ്പൊ ജർമ്മനിയാണ് ഒരു മോണിസ്റ്റിക് അപ്രോച്ച് ഉള്ള ഒരു രാജ്യം. ജർമ്മനി ഒരു രാജ്യവുമായിട്ട് കരാർ, ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഏർപ്പെട്ടാൽ അതിന് സെപ്പറേറ്റ് ജർമ്മനിയുടെ പാർലമെന്റിൽ അല്ലെങ്കിൽ ജർമ്മനിയുടെ ലെജിസ്ലേച്ചർ അതിനുവേണ്ടി വേറൊരു നിയമം പാസ്സാക്കേണ്ട ആവശ്യം ജർമ്മനിയിലില്ല. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഒരു ഡ്യുവലിസ്റ്റിക് അപ്രോച്ച് ഉണ്ട്. ട്രീറ്റീസ് ആർ നോട്ട് എൻഫോഴ്സിബിൾ അൺലെസ് ലെജിസ്ലേറ്റഡ് ബൈ പാർലമെന്റ്. അതാണ് ആർട്ടിക്കിൾ 253 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 253 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ട്രീറ്റി ഇന്ത്യ സൈൻ ചെയ്താൽ പോലും അത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കാതെ അതൊരു നിയമമായി മാറില്ല. അതാണ് ഇന്ത്യയിലെ ഡ്യുവലിസ്റ്റിക് അപ്രോച്ച്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ആസ്പെക്റ്റിലേക്ക് പോവാം. അപ്പം നമ്മൾ പ്രധാനമായും ഇതിനകത്ത് ആക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ നിയമം ഈ പറഞ്ഞതുപോലെ കസ്റ്റംസും കൺവെൻഷൻസും കൺസെന്റും ട്രീറ്റീസും ഒക്കെ വഴിയാണ് ഈ നിയമം ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കി. ആ സമയത്ത് തന്നെ അതിൻ്റെ ഒരു ആപ്ലിക്കബിൾ ആവുന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രധാനമായി ഈ 2 പ്രിൻസിപ്പിളിനെ പറ്റിയും പഠിച്ചു, മോണിസവും ഡ്യുവലിസവും പഠിച്ചു. ഇനിയിപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഇന്റർനാഷണൽ ലോയുടെ സോഴ്സസ് ഒന്നുകൂടെ ഡെപ്തിൽ മനസ്സിലാക്കുക. എങ്ങനെയാണ് ഇന്റർനാഷണൽ ലോയുടെ സോഴ്സസ്, എവിടെ നിന്നാണ് ഇന്റർനാഷണൽ ഒറിജിൻ ചെയ്യുന്നത്? അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഓൾറെഡി തന്നെ മനസ്സിലാക്കി കസ്റ്റവും കൺവെൻഷൻസും ട്രീറ്റീസും ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചുകൂടെ വ്യക്തത തരുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതൊരു UN-ന്റെ ഒരു ഓർഗനാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലേ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസിന്റെ ഒരു ഓർഗനായിട്ടുള്ള ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ട്. ഏത് സ്റ്റാറ്റ്യൂട്ട്? ആർട്ടിക്കിൾ 38 ക്ലോസ് 1. ആർട്ടിക്കിൾ 38 ക്ലോസ് 1 അനുസരിച്ചിട്ട് സോഴ്സസ് ഓഫ് പബ്ലിക് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത് ട്രീറ്റീസ് ആൻഡ് കൺവെൻഷൻസ് ഉണ്ട്. ട്രീറ്റീസ് എന്നും കൺവെൻഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ എഗ്രിമെന്റുകളാണ്, ട്രീറ്റീസ് ഓർ കൺവെൻഷൻസ്. പിന്നെ കസ്റ്റമറി ലോ, കസ്റ്റംസ്, ജനറൽ പ്രിൻസിപ്പിൾസ്, ജുഡീഷ്യൽ ഡിസിഷൻസ് ആൻഡ് ജൂറിസ്റ്റിക് റൈറ്റിംഗ്സ്, പിന്നെ എക്സ് അക്വേ എറ്റ് ബോണോ. ഇത്രയും കാര്യങ്ങളാണ് സോഴ്സ് ആയിട്ട് വരുന്നത്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ട്രീറ്റീസ് ഓർ കൺവെൻഷൻസ്. ട്രീറ്റീസ് ഓർ കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
റിട്ടേൺ എഗ്രിമെന്റ്സ് ആണ്, സ്റ്റേറ്റുകൾ തമ്മിലുള്ള റിട്ടേൺ എഗ്രിമെന്റ് ആണ്. അത് ബൈൻഡിങ് ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് വരുത്തുന്ന റിട്ടേൺ എഗ്രിമെന്റുകളെയാണ് ട്രീറ്റീസ് എന്നോ കൺവെൻഷൻസ് എന്നോ പറയുന്നത്. ബൈൻഡിങ് ഒബ്ലിഗേഷൻസ് ഉള്ള റിട്ടേൺ എഗ്രിമെന്റ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആണ് ട്രീറ്റീസ് ഓർ കൺവെൻഷൻസ്. കസ്റ്റമറി ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ജനറൽ ആൻഡ് കൺസിസ്റ്റന്റ് സ്റ്റേറ്റ് പ്രാക്ടീസ് ഫോളോഡ് ഔട്ട് ഓഫ് എ സെൻസ് ഓഫ് ലീഗൽ ഒബ്ലിഗേഷൻ, ഒപ്പീനിയോ ജൂറിസ് എന്ന് പറയും. അതായത് ഒരു ജൂറിസ്റ്റുകളുടെ ഒക്കെ അഭിപ്രായത്തിൽ ഒരു സ്റ്റേറ്റ് സ്ഥിരമായി വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്ത് വരുന്ന ചില പ്രാക്ടീസുകൾ അത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ജനറൽ ആൻഡ് കൺസിസ്റ്റന്റ് പ്രാക്ടീസ്, അതിനെയാണ് കസ്റ്റമറി ലോ എന്ന് പറയുന്നത്. ഇനി ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത്, എസ്റ്റോപ്പലൊക്കെ പോലെയുള്ള ചില ലീഗൽ പ്രിൻസിപ്പിൾസ്. അത് പല സിസ്റ്റത്തിലും ഉള്ള പ്രിൻസിപ്പിൾസ് ആണ്. നമ്മൾ മുമ്പ് തന്നെ വേറെ കുറച്ച് പ്രിൻസിപ്പിൾസിനെ പറ്റി പറഞ്ഞു. നാച്ചുറൽ ലോ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ, പോസിറ്റീവ്സ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ, കൺസെന്റ് എന്നുള്ള പ്രിൻസിപ്പിൾ, സ്റ്റേറ്റ് പ്രാക്ടീസ്, ഇതെല്ലാം പ്രിൻസിപ്പിൾസ് ആണ്. അതുപോലെ ഗുഡ് ഫെയ്ത്ത്, എസ്റ്റോപ്പലൊക്കെയും പ്രിൻസിപ്പിൾസ് ആണ്. ഇതെല്ലാം ഒരു ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇതുപോലെ തന്നെ ജുഡീഷ്യൽ ഡിസിഷൻസും ജൂറിസ്റ്റിക് റൈറ്റിംഗ്സും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജുഡീഷ്യറി, മറ്റ് പല രാജ്യത്തും ജുഡീഷ്യറി എന്ത് നിലപാടെടുക്കുന്നു, അല്ലെങ്കിൽ ജൂറിസ്റ്റുകൾ എന്താണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സബ്സിഡറി സോഴ്സസ് ഓഫ് ഇന്റർപ്രറ്റിംഗ് ദി ലോ എന്നുള്ള രീതിയിൽ എടുക്കാറുണ്ട്. ഇനി എക്സ് അക്വേ എറ്റ് ബോണോ, ഷോർട്ട് ആൻസർ ചോദിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർട്ട് മേ ഡിസൈഡ് ബേസ്ഡ് ഓൺ ഇക്വിറ്റി ആൻഡ് ഫെയർനെസ് ഇഫ് പാർട്ടീസ് എഗ്രി. രണ്ട് പാർട്ടികളും സമ്മതിച്ചാൽ ഇക്വിറ്റിയുടെയും ഫെയർനെസിന്റെയും ബേസിസിൽ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റാണ്, ഒരു നീതിയും ഫെയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് കോടതി തീരുമാനിക്കുന്ന കാര്യങ്ങളും ഈ സോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ ലോ ആണ്. എക്സ് അക്വയോ എറ്റ് ബോണോ എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനിയും ഇന്റർനാഷണൽ ലോയിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആക്ടേഴ്സ് ആണ്. അതിലെ ആദ്യത്തെ ആക്ടറാണ് സ്റ്റേറ്റ്. പക്ഷേ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലോ എന്നുള്ള ആംഗിളിൽ എന്താണ്? അപ്പോൾ സ്റ്റേറ്റിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിച്ചാൽ 3 രീതിയിൽ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാം. ഒന്ന്, പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റേറ്റിനെ അവർ ഡിഫൈൻ ചെയ്യുന്നത് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ സയൻസ്, അതാണ് ഒരു ഡെഫിനിഷൻ ഓഫ് ദി സ്റ്റേറ്റ്. 2, ഡെഫിനിഷൻ ഓഫ് ദി സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ പബ്ലിക് ഇന്റർനാഷണൽ ലോ, അതാണ് രണ്ടാമത്, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. 3, ഡെഫിനിഷൻ ഓഫ് ദി സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ആർട്ടിക്കിൾ 12 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് 3. അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ ആ കാര്യം പഠിച്ചു. പൊളിറ്റിക്കൽ സയൻസിന്റെ ഡെഫിനിഷനിൽ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഏറെക്കുറെ ഭരണകൂടം എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് പൊളിറ്റിക്കൽ സയൻസിൽ പ്രധാനമായും 4 എൻറ്റിറ്റീസ് വേണം ഒരു സ്റ്റേറ്റ് എന്ന് പറയാൻ. ഒരു പോപ്പുലേഷൻ വേണം, ഒരു ഡിഫൈൻഡ് പോപ്പുലേഷൻ വേണം, ഡിഫൈൻഡ് ടെറിട്ടറി വേണം, അവിടെ ഒരു ഗവൺമെന്റ് വേണം, അവിടെ ഒരു സോവറിനിറ്റി വേണം, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോവറിനിറ്റി വേണം. ഇതാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ ഡെഫിനേഷൻ. ഈ 4 ഫാക്ടേഴ്സും ചേർന്നാൽ മാത്രമേ ഒരു എൻറ്റിറ്റിയെ സ്റ്റേറ്റ് ആയിട്ട് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർ അംഗീകരിക്കുകയുള്ളൂ. പക്ഷേ ഇന്റർനാഷണൽ ലോ വരുമ്പോൾ ഈ സോവറിനിറ്റി എന്ന് പറഞ്ഞ ആംഗിളിന് പകരം വേറൊരു ആസ്പെക്റ്റാണ്. അത് ഇന്റർനാഷണൽ ലോയിൽ ഒരു സ്റ്റേറ്റ് ആണ്, ഒരു എൻറ്റിറ്റി സ്റ്റേറ്റ് ആണ് എന്ന് ഒരു കൺട്രിയെ സ്റ്റേറ്റ് എന്ന് വിളിക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? അവിടെ ഇതുപോലെ തന്നെ ഒരു ഡിഫൈൻഡ് പോപ്പുലേഷൻ വേണം, ഒരു ഡിഫൈൻഡ് ടെറിട്ടറി വേണം, ഒരു ഡിഫൈൻഡ് ഗവൺമെന്റ് വേണം. പിന്നെ അവിടെ സോവറിനിറ്റി എന്നുള്ള ആംഗിളിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇന്റർനാഷണൽ റെക്കഗ്നീഷനാണ്. ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനുള്ള തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ. അതാണ്, അതായത് മറ്റ് രാജ്യങ്ങൾ ഈ രാജ്യത്തെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസിന്റെ പർപ്പസിൽ ഒരു സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇന്റർനാഷണൽ ലോയുടെ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയും കൂടെ ഉണ്ടെങ്കിൽ അതിനെ ആ ഒരു എൻറ്റിറ്റിയെ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ആർട്ടിക്കിൾ 12ന്റെ ഡെഫിനേഷൻ വരുമ്പോൾ നമുക്കറിയാം, ആർട്ടിക്കിൾ 12 അനുസരിച്ചിട്ട് സ്റ്റേറ്റ് ആണെന്ന് പറയാനായിട്ട് യൂണിയൻ ഗവൺമെന്റ്, യൂണിയൻ ലെജിസ്ലേച്ചർ, സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതേപോലെ അതർ അതോറിറ്റീസ്, ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് എന്നുള്ള ആർട്ടിക്കിൾ 12ന്റെ കാര്യത്തിൽ. അത് നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഇവിടെ ഈ ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ആപ്ലിക്കബിൾ. അപ്പോൾ എസെൻഷ്യൽ ഫോർ സ്റ്റേറ്റ്ഹുഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺവെൻഷൻ തന്നെയുണ്ട്, ഒരു എഗ്രിമെന്റ് ഉണ്ട്.
മൊണ്ടേവിഡിയോ കൺവെൻഷൻ 1933 അനുസരിച്ചിട്ടാണ് ഇന്റർനാഷണൽ ലോ അനുസരിച്ചിട്ട് എസെൻഷ്യൽസ് ഓഫ് സ്റ്റേറ്റ്ഹുഡ്. അപ്പോൾ അതും ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. വാട്ട് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് മൊണ്ടേവിഡിയോ കൺവെൻഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് സ്റ്റേറ്റ്ഹുഡ്? ഇത് ഏത് ചോദിച്ചാലും ഇതാണ് എഴുതേണ്ടത്. പെർമനന്റ് പോപ്പുലേഷൻ, ഡിഫൈൻഡ് ടെറിട്ടറി, ഗവൺമെന്റ് ഫോർ കപ്പാസിറ്റി ടു എൻറ്റർ ഇൻ ടു റിലേഷൻഷിപ്പ് വിത്ത് അതർ സ്റ്റേറ്റ്സ്. മറ്റ് സ്റ്റേറ്റുകളുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനുള്ള കപ്പാസിറ്റി, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു സ്റ്റേറ്റ്ഹുഡ്, ഒരു സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലീഗൽ പേഴ്സണാലിറ്റി ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ക്യാൻ എൻറ്റർ ഇൻ ടു ട്രീറ്റീസ്, ക്ലെയിം റൈറ്റ്സ്, ബിയർ ഡ്യൂട്ടീസ് ആൻഡ് ബ്രിങ് ക്ലെയിംസ് ഇന്റർനാഷണലി. അപ്പോൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ ഏർപ്പെടുന്നത് മാത്രമല്ലാതെ ഒരു ലീഗൽ പേഴ്സണാലിറ്റി ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് ട്രീറ്റികളിൽ ഏർപ്പെടാം, സ്റ്റേറ്റിന് റൈറ്റ് ഉണ്ട്, സ്റ്റേറ്റിന് ഡ്യൂട്ടികളുണ്ട്, അതുപോലെ സ്റ്റേറ്റിന് ചില ക്ലെയിംസ് ബ്രിങ് ചെയ്യാനും പറ്റും. ഇന്റർനാഷണൽ ലെവലിൽ ചില സ്റ്റേറ്റിന് ചില ക്ലെയിംസ് കൊണ്ടുവരാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് സ്റ്റേറ്റിന് ഒരു ലീഗൽ പേഴ്സണാലിറ്റി ഉണ്ടാവുക. പക്ഷേ ഈ 4 കാര്യങ്ങൾ എസെൻഷ്യൽസ് ഓഫ് സ്റ്റേറ്റ്ഹുഡ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനിയും നമ്മൾ ഈ സ്റ്റേറ്റുകളെ പറ്റി പഠിക്കുമ്പോൾ, സോവറിൻ സ്റ്റേറ്റുകളെ പറ്റി പഠിക്കുമ്പോൾ, ചില സ്റ്റേറ്റുകൾക്ക് ഒരു ഫുൾ സോവറിനിറ്റി ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ചില സ്റ്റേറ്റുകൾക്ക് അങ്ങനെ ഒരു സോവറിനിറ്റി ഇല്ലാത്ത സ്റ്റേറ്റുകളുണ്ട്. പലസ്തീൻ്റെയും തൈവാൻ്റെയും ഒക്കെ എക്സാമ്പിൾ നമുക്ക് അങ്ങനെ എടുത്തു നോക്കാം. പലസ്തീൻ, തൈവാൻ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് പോവാം. അവിടെ എന്താണ് വ്യത്യാസം, ഒരു സ്റ്റേറ്റ് എന്ന് ആരെയൊക്കെ കണക്കാക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ആ ഒരു നോട്ട് ഫുള്ളി സോവറിൻ സ്റ്റേറ്റ്സ് ആൻഡ് അതർ എൻറ്റിറ്റീസ് എന്നുള്ളതായിരിക്കും. ഇപ്പോൾ സോവറിൻ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഇന്ത്യ, USA, UK, ചൈന ഒക്കെ നമുക്ക് സോവറിൻ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കണക്കാക്കാം. പക്ഷെ അങ്ങനെ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതാണ് നോട്ട് ഫുള്ളി സോവറിൻ സ്റ്റേറ്റ്സ് ആൻഡ് അതർ എൻറ്റിറ്റീസ്. അങ്ങനെയുള്ളത് എന്താണ്? അത് എൻറ്റിറ്റീസ് വിത്ത് എ ലിമിറ്റഡ് ഓർ ഡിസ്പ്യൂട്ടഡ് സോവറിനിറ്റിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പലസ്തീൻ, അല്ലെങ്കിൽ തൈവാൻ, അല്ലെങ്കിൽ വത്തിക്കാൻ സിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 എൻറ്റിറ്റീസ് ഒന്ന് എടുക്കാം. പലസ്തീനെയും തൈവാനെയും വത്തിക്കാൻ സിറ്റി എടുക്കാം. അവർക്കൊക്കെ ഒരു സോവറിനിറ്റി ഉണ്ടോ? അവർക്കൊരു മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രീറ്റീസിൽ ഏർപ്പെടാനുള്ള ഒരു ഇന്റർനാഷണൽ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് റെക്കഗ്നീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു സ്റ്റേറ്റ് ആക്കി കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ആ ഒരു ആസ്പെക്ട് ആലോചിക്കണം എപ്പോഴും. നിങ്ങൾ ആ ലിമിറ്റഡ് നോട്ട് ഫുള്ളി സോവറിൻ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ എൻറ്റിറ്റീസ് വിത്ത് ലിമിറ്റഡ് ഓർ ഡിസ്പ്യൂട്ടഡ് സോവറിനിറ്റി എന്നുള്ളതിൻ്റെ എക്സാമ്പിളായിട്ട് തൈവാനെയും പാലസ്തീനെയും വത്തിക്കാൻ സിറ്റിയെയും നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാനായിട്ട് പറ്റും. ഇനി അതർ ഇന്റർനാഷണൽ ലീഗൽ പേഴ്സൺസ്. അപ്പോൾ ഇന്റർനാഷണൽ ലീഗൽ പേഴ്സൺസിനകത്ത് ഈ ഫുള്ളി സോവറിൻ സ്റ്റേറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ ഫുള്ളി സോവറിൻ സ്റ്റേറ്റ്സ് അല്ലാതെയും ഇന്റർനാഷണൽ ലീഗൽ പേഴ്സൺസ് ഉണ്ട്. അതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. എക്സാമ്പിളാണ് UN, യുണൈറ്റഡ് നേഷൻസ്, അല്ലെങ്കിൽ WTO. WTO ഒരു സെപ്പറേറ്റ് ഓർഗനൈസേഷൻസ് ആണ്. UN പോലെ മറ്റൊരു ഓർഗനൈസേഷനാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതൊരു ഇന്റർനാഷണൽ ലീഗൽ പേഴ്സൺ ആണ്. അതേപോലെ ഇൻഡിവിജ്വൽസിന് ഇപ്പം വൈഡായിട്ട് പുതിയ രീതിയിൽ പറഞ്ഞാൽ അതും പബ്ലിക് ഇന്റർനാഷണലോടെ പെർസ്പെക്റ്റീവിലാണ് വരുന്നത്. ഇന്റർനാഷണൽ ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ്, അവിടെ ഒരു ക്രിമിനൽ ലോയുടെ ആപ്ലിക്കേഷൻ വരും. കാര്യം ഹ്യൂമൻ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അവിടെ ഒരു ക്രിമിനൽ ലോയുടെ ആപ്ലിക്കബിലിറ്റി വരും. ആ ഒരു കാര്യം. അതേപോലെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, അവരും ചില ലിമിറ്റഡ് രീതിയിൽ പല രാജ്യങ്ങളിലുള്ള കോർപ്പറേഷൻസും ഒരു ലീഗൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ, ഒരു ഇന്റർനാഷണൽ ലീഗൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം കൊക്കക്കോള, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ്, അല്ലെങ്കിൽ ആപ്പിൾ, അല്ലെങ്കിൽ ആമസോൺ. അപ്പോൾ ഇതൊക്കെ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒരു ഇന്റർനാഷണൽ ലീഗൽ പേഴ്സൺസ് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ആദ്യം പറഞ്ഞത് ഒരു നോട്ട് ഫുള്ളി സോവറിൻ സ്റ്റേറ്റ്സിന്റെ എക്സാമ്പിൾ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതർ ഇന്റർനാഷണൽ ലീഗൽ പേഴ്സൺസ്. അപ്പോൾ സ്റ്റേറ്റ്സ് അല്ലാതെ മറ്റ് ഇന്റർനാഷണൽ ലീഗൽ പേഴ്സൺസ് എന്താണ് എന്നുള്ളിടത്താണ് നമ്മൾ ഈ ഒരു കാര്യം കണ്ടത്. ഇനിയും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സ്റ്റേറ്റ്സ് അണ്ടർ ഇന്റർനാഷണൽ ലോ. ഇപ്പോൾ സ്റ്റേറ്റിന്റെ അവകാശങ്ങൾ എന്താണ്, സ്റ്റേറ്റിന്റെ ഡ്യൂട്ടികൾ എന്താണ്, ചുമതലകൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സ്റ്റേറ്റിന്റെ റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റിന്റെ റൈറ്റ് ടു സോവറിനിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്, റൈറ്റ് ടു ഈക്വാലിറ്റി ആൻഡ് നോൺ ഇന്റർവെൻഷൻ, റൈറ്റ് ടു എൻറ്റർ ഇൻ ടു ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്, റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ്. ഇപ്പോൾ നമ്മൾ വ്യക്തികളുടെ അവകാശങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള രീതിയിൽ വ്യക്തികളുടെ അവകാശങ്ങൾ പഠിച്ചു.
അപ്പോൾ ഒരു പബ്ലിക് ഇന്റർനാഷണൽ ലോ അനുസരിച്ച് ഒരു സ്റ്റേറ്റിന് എന്തൊക്കെ അവകാശങ്ങളുണ്ട്? ഒരു സ്റ്റേറ്റിന് സെൽഫ് ഡിഫെൻസിനുള്ള അവകാശമുണ്ട്, സ്റ്റേറ്റിന് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സിൽ ഏർപ്പെടാനുള്ള അവകാശമുണ്ട്, ഒരു സ്റ്റേറ്റിനെ മറ്റ് സ്റ്റേറ്റിനോട് ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് ഉള്ള ഒരു അവകാശമുണ്ട്, റൈറ്റ് ടു ഈക്വാളിറ്റി. ഇന്ത്യയും പാകിസ്ഥാനെയും ഒരു ഇന്റർനാഷണൽ ലെവലിൽ വേർതിരിച്ച് കാണാൻ പാടില്ല, ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു റൈറ്റ് ടു ഈക്വാളിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും ഇന്റർനാഷണൽ ലോ അനുസരിച്ച് വ്യത്യാസമായി കാണാൻ പാടില്ല, ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. അതാണ് റൈറ്റ് ടു ഈക്വാളിറ്റി. അതേപോലെ റൈറ്റ് ടു നോൺ ഇന്റർവെൻഷനും ഉണ്ട്. ഒരു രാജ്യത്തിന്റെ ഇന്റേണൽ മാറ്റേഴ്സിൽ ആവശ്യമില്ലാതെ മറ്റ് രാജ്യങ്ങൾ ഇടപെടാതിരിക്കുക, അതാണ് റൈറ്റ് ടു നോൺ ഇന്റർവെൻഷൻ. പിന്നെ റൈറ്റ് ടു സോവറിനിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. റൈറ്റ് ടു സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരം എന്നുള്ളതാണ് റൈറ്റ് സോവറിനിറ്റി എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇപ്പൊ 4 എണ്ണമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 6 റൈറ്റ് ആയിട്ട് അതിനെ കാണാം. റൈറ്റ് ടു സോവറിനിറ്റി, റൈറ്റ് ടു ഇൻഡിപെൻഡൻസ്, റൈറ്റ് ടു നോൺ ഇന്റർവെൻഷൻ, റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു എൻ്റർ ഇൻ ടു ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്, റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ്. ഇത്രയും കാര്യങ്ങൾ. ഇനി ഒരു സ്റ്റേറ്റിന്റെ ഡ്യൂട്ടീസ് എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ടു റെസ്പെക്ട് സോവറിനിറ്റി ഓഫ് അതർ സ്റ്റേറ്റ്സ്. മറ്റ് സ്റ്റേറ്റുകൾക്കും സോവറിനിറ്റി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പരസ്പര സമ്മതത്തോട് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഗീവ് ആൻഡ് ടേക്ക് പോലെയാണ്. അപ്പോൾ എൻ്റെ ഞാൻ സോവറിനാണെന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്നത് പോലെ തന്നെ മറ്റ് രാജ്യം സോവറിനാണെന്ന് ഞാനും അംഗീകരിക്കണം, അല്ലെങ്കിൽ ഒരു രാജ്യം അംഗീകരിക്കണം. അപ്പോൾ അതാണ് ഡ്യൂട്ടി ടു റെസ്പെക്ട് സോവറിനിറ്റി ഓഫ് അതർ സ്റ്റേറ്റ്സ്. ഡ്യൂട്ടി ടു സെറ്റിൽ ഡിസ്പ്യൂട്ട്സ് പീസ്ഫുള്ളി, ഡ്യൂട്ടി നോട്ട് ടു യൂസ് ഫോഴ്സ്, ഡ്യൂട്ടി ടു റെസ്പെക്ട് ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? 1, മറ്റ് സ്റ്റേറ്റുകളുടെ സോവറിനിറ്റി റെസ്പെക്ട് ചെയ്യുക, ഡിസ്പ്യൂട്ട് പീസ്ഫുള്ളി സെറ്റിൽ ചെയ്യുക, ഫോഴ്സ് ഉപയോഗിക്കാതിരിക്കുക, ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ് റെസ്പെക്ട് ചെയ്യുക. ഇതെല്ലാം ഒരു സ്റ്റേറ്റിന്റെ ഡ്യൂട്ടീസ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്റ്റേറ്റിന്റെ ടെറിട്ടറി. ഇപ്പം ഇന്ത്യ എന്നുള്ളൊരു സ്റ്റേറ്റ് എടുക്കുക. ഇന്ത്യക്ക് എങ്ങനെയൊക്കെ അഡീഷണൽ ആയിട്ട് ടെറിട്ടറി അക്വയർ ചെയ്യാം, ഇന്ത്യയുടെ ടെറിട്ടറി എങ്ങനെ നഷ്ടപ്പെടാം. ടെറിട്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് ലാൻഡ് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആ ടെറിട്ടറി എങ്ങനെയാണ് അക്വയർ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ടെറിട്ടറി നഷ്ടപ്പെടുന്നത്. അപ്പോൾ ടെറിട്ടറിയുടെ അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 5 രീതികളുണ്ട്. ലോസ് ഓഫ് ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടും പല സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അക്വിസിഷൻസ് നോക്കാം. ഇപ്പോൾ ടെറിട്ടറി എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത്? 1 ഒക്യുപ്പേഷൻ എന്നുള്ള പ്രോസസ്സാണ്. ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വയറിംഗ് ടെറിട്ടറി ദാറ്റ് വാസ് പ്രീവിയസ്ലി ടെറാ നള്ളിസ്. അതായത് നേരത്തെ ആ ടെറിട്ടറിയിൽ ആരും ഇല്ലാഞ്ഞ ഒരു ടെറിട്ടറി ആണെന്ന് വിചാരിക്കുക. വേറെ ആരും അവിടെ അവകാശം ഉന്നയിക്കാത്ത ഒരു ടെറിട്ടറിയിലേക്ക് നമ്മൾ ആദ്യം ഒരാൾ പോയി ഒക്യുപ്പൈ ചെയ്യാണ്. ഇപ്പം ഇന്ത്യ പോയി, ഇപ്പം സപ്പോസ് ആൻഡമാൻ നിക്കോബാറിൽ ആരും അവിടെ ഒരു അവകാശം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക. ഇപ്പം ഇന്ത്യയാണ് ആ ടെറിട്ടറി. ഇതൊരു നല്ല എക്സാമ്പിൾ അല്ല, എന്നാലും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ആ ടെറിട്ടറിയിൽ ആരും ഇല്ലെങ്കിൽ ഇന്ത്യയാണ് ആദ്യമായി അവിടെ പോയി ഒരു അവകാശം ഉന്നയിച്ചെങ്കിൽ, ആ ടെറിട്ടറി എടുത്തെങ്കിൽ, അക്യൂർ ചെയ്തെങ്കിൽ, അതാണ് ഒക്യുപ്പേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ കൊളോണിയൽ സമയത്ത് അങ്ങനെ പല ആഫ്രിക്കയിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ അങ്ങനെയുള്ളൊരു എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു. അതിനെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. പല ഐലൻഡ് നേഷൻസിലും മറ്റാരും ഒക്യുപ്പൈ ചെയ്യാത്ത സ്ഥലത്തൊക്കെ പോയി ഈ യൂറോപ്യൻസ് കൊളോണിയൽ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ഒക്യുപ്പൈ ചെയ്ത് ആ ടെറിട്ടറി ഇല്ല അവർക്ക് കിട്ടുകയും ചെയ്തു. അതാണ് ഒക്യുപ്പേഷൻ. ഇനി അക്രീഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതായത് ഇപ്പം ഇന്ത്യൻ കടൽ തീരത്ത് കുറച്ച് കടൽ മാറിപ്പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയൊരു ഏരിയ ഉണ്ടായി വരികയാണ്. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അങ്ങനെ വരുമ്പോൾ അത് അക്രീഷൻ എന്നാണ് വിളിക്കുന്നത്. ഒരു ജോഗ്രഫിക്കൽ പ്രോസസ്സ് വഴി പുതിയൊരു ടെറിട്ടറി ഉണ്ടായെങ്കിൽ ആ ടെറിട്ടറി കിട്ടുന്നതിനെയാണ് അക്രീഷൻ എന്ന് വിളിക്കുന്നത്. സെഷൻ എന്ന് പറഞ്ഞാൽ വോളണ്ടറി ട്രാൻസ്ഫർ ആണ്. ഒരു രാജ്യം സ്വമനസാലെ ഒരു ടെറിട്ടറി അടുത്ത ആൾക്ക് കൊടുക്കുകയാണ്. ആ ടെറിട്ടറി ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എടുത്തോ എന്ന് പറയുന്നതിനെയാണ് സെഷൻ എന്ന് പറയുന്നത്. കോൺക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും യുദ്ധത്തിൽ കൂടെ ആക്രമിച്ച് ഒരു സ്ഥലം കീഴടക്കുന്നതിനെയാണ് കോൺക്വസ്റ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ പബ്ലിക് ഇന്റർനാഷണൽ ലോയിൽ അങ്ങനെ എൻകറേജ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് അക്വിസിഷൻ അല്ല. പക്ഷേ നമുക്ക് ആൻസർ എഴുതുമ്പോൾ ഉപയോഗിക്കാവുന്ന കാര്യമാണ് കോൺക്വസ്റ്റ്. യുദ്ധത്തിൽ ഒക്കെ കൂടെ ഒരു ടെറിട്ടറി അക്യൂർ ചെയ്യുക, അതാണ് കോൺക്വസ്റ്റ്.
അതിപ്പോൾ മോഡേൺ ലോയിൽ ഇല്ലീഗലാണ്, നിയമം അനുവദിക്കുന്നില്ല. കോൺക്വസ്റ്റിൽ കൂടെ ഒരു ടെറിട്ടറി എടുക്കാൻ അംഗീകരിക്കുന്നില്ല. ഒന്നുകിൽ അത് ഒക്യുപ്പേഷൻ ആയിരിക്കണം, കൊളോണിയൽ സൈമിലൊക്കെ വേറെ ആരും ഒക്യുപ്പൈ ചെയ്യാത്ത ഒരു ഏരിയ പോയി ഒക്യുപ്പൈ ചെയ്യുക, അതാണ് ഒക്യുപ്പേഷൻ. അക്രീഷൻ എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ പ്രോസസ്സിൽ കൂടെ കിട്ടുക, അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് ഒരു ടെറിട്ടറി ട്രാൻസ്ഫർ ചെയ്യുക. അത് പർച്ചേസ് ആവാം, അല്ലെങ്കിൽ വെറുതെ കൊടുക്കുന്നതാവാം, അതാണ് സെഷൻ. ഇനി പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു മെത്തേഡും ഉണ്ട് ടെറിട്ടറി അക്വയർ ചെയ്യാൻ. പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് അൺകണ്ടസ്റ്റഡ് പൊസഷൻ ആണ്. ദീർഘകാലമായിട്ട് ആർക്കും എതിർപ്പില്ലാതെ ഒരു സ്ഥലം കുറേ കാലത്തേക്ക് പൊസസ് ചെയ്താൽ ആ ഏരിയ അങ്ങനെ പൊസസ് ചെയ്ത ആൾക്ക് കിട്ടും, അതാണ് പ്രിസ്ക്രിപ്ഷൻ. അപ്പം 5 മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ആലോചിക്കാം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒക്യുപ്പേഷൻ, അക്രീഷൻ, സെഷൻ, കോൺക്വസ്റ്റ്, പ്രിസ്ക്രിപ്ഷൻ. ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ ആരും ഒക്യുപ്പൈ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലത്ത് പോയി ആ ടെറിട്ടറി അങ്ങ് അക്വയർ ചെയ്യുക, അതാണ് ഒക്യുപ്പേഷൻ. അക്രീഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പ്രോസസ് ആയിരിക്കണം. സെഷൻ എന്ന് പറഞ്ഞാൽ വോളണ്ടറി ആയിട്ടുള്ള ട്രാൻസ്ഫർ ആയിരിക്കണം, അത് സെയിലാവാം അല്ലെങ്കിൽ വെറുതെ കൊടുക്കുന്നതാവാം, പക്ഷെ അതിന് സമ്മതത്തോടു കൂടി ട്രാൻസ്ഫർ ചെയ്യുന്നതാവണം. കോൺക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗലാണ്, അത് ഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതാണ്, പലപ്പോഴും വാറിൻ്റെ സമയത്താണ് അങ്ങനെ ടെറിട്ടറി ക്യാപ്ചർ ചെയ്യുന്നത്. പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആരും എതിർക്കാതെ കുറേ കാലത്തേക്ക് ഒരു ടെറിട്ടറി പൊസസ് ചെയ്താൽ ആ ടെറിട്ടറി അക്യൂർ ചെയ്തതായിട്ട് കണക്കാക്കാം. അങ്ങനെ 5 മോഡ്സ് ആണ് അക്യൂസിഷൻ ഓഫ് ടെറിട്ടറി. ഇനി ലോസ് ഓഫ് ടെറിട്ടറി എന്താണെന്ന് നോക്കാം. ലോസ് ഓഫ് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ടെറിട്ടറി എങ്ങനെ നഷ്ടപ്പെടാം. ടെറിട്ടറി നഷ്ടപ്പെടുന്നതിനും ഒരു 4 മെത്തേഡ്സ് ഉണ്ട്. അതിലും ഒന്ന് സെഷനാണ്, അതായത് വോളണ്ടറി ആയിട്ട് ടെറിട്ടറി കൊടുക്കുകയാണ്. വോളണ്ടറി ആയിട്ട് ടെറിട്ടറി ഒരാൾ കൊടുത്താലല്ലേ മറ്റേ ആൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരാൾ ടെറിട്ടറി കൊടുത്താൽ അവിടെ ഒരു ടെറിട്ടറി നഷ്ടപ്പെടാം, അല്ലേ? അവിടെ ഉപയോഗിക്കുന്ന വാക്ക് സെഷൻ തന്നെയാണ്. ഇനി അബാൻമെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരാൾ ഉപേക്ഷിക്കാൻ ടെറിട്ടറി, ആ ടെറിട്ടറി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതിനെ അബാൻഡ് ചെയ്യാണ്, അതിൻ്റെ ഉപയോഗിക്കുന്ന വാക്കാണ് ഡീറെലിക്ഷൻ. ഡീറെലിക്ഷൻ, ആ ടെറിട്ടറി വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ അതും ഒരു നല്ല എക്സാമ്പിൾ അല്ല, പക്ഷെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ സിയാച്ചിൻ ഗ്ലേഷ്യർ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ വിചാരിക്കുകയാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ ഇന്ത്യക്ക് വേണ്ട എന്ന് ചിന്തിച്ചാൽ അത് ഡീറെലിക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അബാൻഡൻ ചെയ്യാണ്, ഉപേക്ഷിക്കുകയാണ് എങ്കിൽ, തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ ഡീറെലിക്ഷൻ. ഇനി ഒക്യുപ്പേഷൻ ബൈ അതേഴ്സ്, നമ്മുടെ ടെറിട്ടറി ആയിരുന്നു പക്ഷേ വേറൊരാൾ കുറേ കാലത്തേക്ക് ഒക്യുപ്പൈ ചെയ്തു, അങ്ങനെ വരുമ്പോൾ ആ പ്രിസ്ക്രിപ്ഷൻ പോലെ അങ്ങനെ ഒക്യുപ്പേഷൻ ബൈ അതേഴ്സ്, അപ്പോഴും ടെറിട്ടറി നഷ്ടപ്പെടും. പിന്നെ ഡീകോളണൈസേഷൻ അല്ലെങ്കിൽ റെവല്യൂഷൻ, നമ്മളെ ഒരു രാജ്യമായിരുന്നു, ഇപ്പോൾ ഒരു കൊളോണിയൽ കൺട്രി ആണെന്ന് വിചാരിക്കുക. ഇപ്പം ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ബ്രിട്ടന്റെ ടെറിട്ടറി ആയിരുന്നു ഇന്ത്യ. പക്ഷെ ഇന്ത്യയിൽ അതിനെതിരെ ഉള്ള അപ്രൈസിങ് ഉണ്ടായി, ഇവിടെ നാഷണലിസം വർദ്ധിച്ചു. അപ്പോൾ ആ സമയത്ത് എന്താണ്, ഒരു റെവല്യൂഷൻ ഇന്ത്യയിൽ നടന്നിട്ടില്ലെങ്കിൽ പോലും ഒരു ഫ്രീഡം സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഒരു ഡീകോളണൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയി. അപ്പം ബ്രിട്ടീഷുകാർക്ക് ഒരു ടെറിട്ടറി നഷ്ടപ്പെട്ടു, അല്ലേ? അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ റെവല്യൂഷൻ കൊണ്ട് ടെറിട്ടറി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഡീകോളണൈസേഷൻ, ഒക്യുപ്പേഷൻ ബൈ അതേഴ്സ്, സെഷൻ, ഡീറെലിക്ഷൻ, അബാൻമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടെറിട്ടറി നഷ്ടപ്പെടാനുള്ള കാര്യങ്ങളാണ്. ഇനി സ്റ്റേറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് നോക്കാം. സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഒരു സ്റ്റേറ്റിനെ എപ്പോഴാണ് ഒരു കാര്യത്തിൽ റെസ്പോൺസിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? അതായത് ഒരു സ്റ്റേറ്റ് ഒരു ഇന്റർനാഷണലി റോങ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ബ്രീച്ച് ഓഫ് ആൻ ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻ, ഒരു ഇന്റർനാഷണൽ ആയിട്ടൊരു എഗ്രിമെന്റ് ഉണ്ട്, ഒരു കടമയുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, അത് ചെയ്യാതിരിക്കുക. ആ ആക്ട് സ്റ്റേറ്റിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുക. സ്റ്റേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, പക്ഷെ സ്റ്റേറ്റ് ചെയ്തില്ല. സ്റ്റേറ്റിന്റെ കടമയായിട്ടുള്ള കാര്യം അത് വേറൊരാൾ ചെയ്യേണ്ടതല്ല, ആ സ്റ്റേറ്റ് തന്നെ ചെയ്യേണ്ട ഒരു കടമയാണ്, അത് സ്റ്റേറ്റ് ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ഇന്റർനാഷണലി റോങ്ഫുൾ ആക്ട് സ്റ്റേറ്റ് ചെയ്തതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റിനെ റെസ്പോൺസിബിൾ ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എന്താണ് ഡ്യൂട്ടി ടു, അതിന്റെ കോൺസിക്വൻസ്, ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്? ആ ആക്ട് നിർത്തുക, ഡ്യൂട്ടി ടു കീസ് ദി ആക്ട്, അങ്ങനെയുള്ള ആക്ട് നിർത്തുക എന്നുള്ളത്. ഒബ്ലിഗേഷൻ ടു മേക്ക് റിപ്പറേഷൻസ്, അപ്പം നമ്മൾ ചെയ്ത ഒരു ആക്ട്, ഇപ്പോൾ ഒരു വേറൊരു ഉദാഹരണം പറയാം. ഇപ്പം പാകിസ്ഥാൻ്റെ ഒരു കേസ് എടുക്കാം. പാകിസ്ഥാൻ കാശ്മീർ ആക്രമിച്ചു എന്ന് വിചാരിക്കാം, ആക്രമിച്ചിരുന്നല്ലോ നേരത്തെ. അപ്പം അങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഒരു ഇന്റർനാഷണലി റോങ്ഫുൾ ആക്ട് ആണ് പാകിസ്ഥാൻ ചെയ്തത്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻ്റെ ഒരു ബ്രീച്ചാണ് അത്. സ്റ്റേറ്റ് സ്പോൺസേർഡ് ആണെങ്കിൽ അത് പാകിസ്ഥാനിലേക്ക് തന്നെ അട്രിബ്യൂട്ട് ചെയ്യാം.
അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? അങ്ങനെ ചെയ്ത ആ ഒരു ആക്ട് നിർത്തണം. പിന്നെ റെപ്പറേഷൻസ് വരുത്തണം. ഒബ്ലിഗേഷൻ ടു മേക്ക് റെപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്റ്റിറ്റ്യൂഷൻ, കോമ്പൻസേഷൻ, സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെയുള്ള രീതിയിൽ അവർ ചെയ്ത കാര്യങ്ങൾ തിരിച്ചാക്കണം. അതിനെന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം. അവിടെ എല്ലാം തൃപ്തികരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ തിരിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം ഒരു സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഹെഡിങ്ങിൽ വരുത്താവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വെൻ ക്യാൻ എ സ്റ്റേറ്റ് ബി ഹെൽഡ് റെസ്പോൺസിബിൾ? വെൻ ദി സ്റ്റേറ്റ് commits an internationally wrongful act and if it comes under the purview of breach of an international obligation, and if the act is attributable to the state, then we can held a state responsible for that act. And what are the consequences of that act? The first thing is that act should be ceased. That's act cease ചെയ്യണം, അവിടെ നിർത്തണം. Then the state should make reparations. അപ്പോൾ ബ്രിട്ടനൊക്കെ ഇന്ത്യക്ക് അങ്ങനെ റെപ്പറേഷൻസ് തരുന്നുണ്ടായിരുന്നു. അതായത് ഇന്ത്യയെ ഒരു 90 വർഷത്തോളം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ട് കീപ്പ് ചെയ്തു. അതിന് മുമ്പ് തന്നെ, ക്യൂവിന് മുമ്പ് തന്നെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലം തൊട്ട് അങ്ങനെ നോക്കിയാൽ ഒരു ഏകദേശം 1600 തൊട്ട് 1947 വരെ ബ്രിട്ടന്റെ കൺട്രോളിലായിരുന്നു ഇന്ത്യ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഡ്രെയിൻ ഓഫ് വെൽത്ത് നടന്നതിൻ്റെ ഭാഗമായി ബ്രിട്ടൻ ഓവ്സ് റെപ്പറേഷൻസ്, അല്ലേ? ബ്രിട്ടൻ അങ്ങനെയുള്ള റെപ്പറേഷൻസ് ചെയ്യണം. റെപ്പറേഷൻസ് എന്നാണ് റെസ്റ്റിറ്റ്യൂഷൻ, കോമ്പൻസേഷൻ, സാറ്റിസ്ഫാക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. ഇനി സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി പറയുമ്പോൾ ജസ്റ്റിഫിക്കേഷൻസ് ഫോർ നോൺ റെസ്പോൺസിബിലിറ്റി, ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ സ്റ്റേറ്റ് റെസ്പോൺസിബിൾ ആണ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു രാജ്യം പറയാണ് ഞങ്ങൾ ഇതിനകത്തൊന്നും റെസ്പോൺസിബിൾ അല്ല, ഞങ്ങൾ നോൺ റെസ്പോൺസിബിൾ ആണ്, വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനി റെപ്പറേഷൻസ്, വി ഡിഡ്ന്റ് ഡു എനി ബ്രീച്ച്. അങ്ങനെ പറയുമ്പോഴുള്ള ജസ്റ്റിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ജസ്റ്റിഫിക്കേഷൻസ് ആണ് ഒരു 4 ജസ്റ്റിഫിക്കേഷൻസ്. 1 കൺസെൻറ്റ്, 2 സെൽഫ് ഡിഫെൻസ്, 3 ഫോഴ്സ് മജൂറെ, 4 നെസസിറ്റി. അപ്പം നമ്മൾ എന്തൊക്കെയാണ്, അതായത് ഒരു സ്റ്റേറ്റ് റെസ്പോൺസിബിൾ അല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ, സ്റ്റേറ്റ് ഇന്ന പോലെ ചെയ്യാനായിട്ടുള്ള കാര്യത്തിൽ ആ സ്റ്റേറ്റിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, എനിക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ല എന്നൊരു രാജ്യം പറയുവാണെങ്കിൽ അതിനുള്ള ന്യായീകരണങ്ങൾ എന്തൊക്കെയാണ്? 1 കൺസെൻറ്റ്, ഇതിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സമ്മതപ്രകാരം ചെയ്ത എന്തെങ്കിലും കാര്യമാണെങ്കിൽ 2 കൂട്ടരും കൂടെ സമ്മതിച്ചിട്ട് ചെയ്തതല്ലേ. അപ്പോൾ അങ്ങനെ സമ്മതത്തോടുകൂടി ചെയ്ത ഒരു കാര്യത്തിൽ അതിനുശേഷം ഒരു രാജ്യത്തെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. അപ്പം കൺസെൻറ്റ് ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് ഫോർ നോൺ റെസ്പോൺസിബിലിറ്റി. അതായത് ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിക്കൊള്ളാൻ ബ്രിട്ടൻ ഇന്ത്യയെ സമ്മതം കൊടുത്താൽ അതിനുശേഷം ബ്രിട്ടനോട് റെസ്പോൺസിബിൾ ആവാനായിട്ട് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ കൺസെൻറ്റ് പറ്റില്ല. 2 സെൽഫ് ഡിഫെൻസ്, ഒരു രാജ്യം സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്താൽ അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്ന് പറയാൻ പറ്റില്ല. സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്ക് വന്നതുകൊണ്ടാണ് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ സെൽഫ് ഡിഫെൻസ് ഒരു റൈറ്റ് ആണ്, ആ റൈറ്റിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. 3 ഫോഴ്സ് മജൂറെ. ഫോഴ്സ് മജൂറെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്ട് ഓഫ് ഗോഡ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു ഡാം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ഒരു ഭൂകമ്പം വന്ന് ആ ഡാം തകർന്ന് കുറേയേറെ ദൂരെയുള്ള മറ്റൊരു രാജ്യത്തേക്ക് വെള്ളപ്പൊക്കം വന്നാൽ ഒരു പരിധിവരെ നമുക്ക് ഫോഴ്സ് മജൂറെ എന്നുള്ളൊരു ഒരു ആംഗിളിൽ കൂടെ അതിനെ കാണാം. ഒരു ആക്ട് ഓഫ് ഗോഡാണ്, ബിയോണ്ട് ദി കൺട്രോൾ ആണ്, അല്ലേ? അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അതുപോലത്തെ ഇതും ഈ പറഞ്ഞ ഒരു ആപ്റ്റ് എക്സാമ്പിൾ അല്ല, എന്നാലും അതുപോലെയുള്ള കാര്യങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ആ രാജ്യം സ്വയം ചെയ്യുന്ന കാര്യം അല്ലാതെ ഒരു ആക്ട് ഓഫ് ഗോഡ് വഴി, ഫോഴ്സ് മജൂറെ വഴി നടക്കുന്ന കാര്യങ്ങളെ അങ്ങനെ കൺസിഡർ ചെയ്യാം. പിന്നെ നെസസിറ്റിയും അതുപോലെ തന്നെ. ചിലപ്പോൾ ഒരു ആക്ഷൻ എടുക്കാതെ നിവൃത്തിയില്ല, ആ ഒരു ആക്ഷനിൽ മറ്റൊരു രാജ്യത്തെ ബാധിച്ചാൽ അതും ഒരു സ്റ്റേറ്റിൻ്റെ നോൺ റെസ്പോൺസിബിലിറ്റിയുടെ ജസ്റ്റിഫിക്കേഷനാണ്. അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ ഉദാഹരണം എടുത്താൽ ശരിക്കും പറഞ്ഞാൽ കുറേ സമയം പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രീമിയം കോഴ്സിൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് പറഞ്ഞു പോവാണ്, എക്സാമിന് പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റിൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കാം. സമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചത്? പബ്ലിക് ഇൻ്റർനാഷണൽ ലോയുടെ ഒരു നേച്ചറാണ് നമ്മൾ ആദ്യം കണ്ടത്. പബ്ലിക് ഇൻ്റർനാഷണൽ ലോയുടെ ഒരു നേച്ചർ പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇതൊരു കൺസെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള സമ്മതം വഴിയാണ് ഈ കാര്യം വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറാണ്, ഒരു സെൻട്രൽ ആയിട്ടുള്ള അതോറിറ്റി ഇല്ല, അതുകൊണ്ട് വെർട്ടിക്കലായിട്ടല്ല കാര്യങ്ങൾ കാണുന്നത്, ഹൊറിസോണ്ടലായിട്ട് വേണം നിങ്ങൾ കാര്യങ്ങളെ കാണാൻ.
അതുപോലെ തന്നെ ഇതിനകത്തൊരു ഒരു 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 സ്റ്റേറ്റ് സെൻട്രിക് ആണ്, ഒരു ഇൻഡിവിജ്വൽ സെൻട്രിക് അല്ല. ഇൻഡിവിജ്വൽസ് അതിനകത്ത് ഉണ്ടാവാം. പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിനകത്ത് 3 ആക്ടേഴ്സ് ഉണ്ട്: സ്റ്റേറ്റ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇൻഡിവിജ്വൽസ്. പക്ഷേ വ്യക്തികൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകളല്ല ഇതിനകത്തെ കാര്യങ്ങൾ, സ്റ്റേറ്റുകൾ തമ്മിലുള്ളതാണ്. അതുകൊണ്ടാണ് ആ അർത്ഥത്തിലാണ് അവിടെ സ്റ്റേറ്റ് സെൻട്രിക് എന്ന് ഉപയോഗിച്ചേക്കുന്നത്. ഇനി പബ്ലിക് ഇന്റർനാഷണൽ അവിടെ സോഴ്സസ് എന്ന് പറയുമ്പോൾ അവിടെ ട്രീറ്റീസ്, കൺവെൻഷൻസ്, കസ്റ്റംസ്, പ്രിൻസിപ്പിൾസ്, കേസ് ലോസ്, ഇതെല്ലാം സോഴ്സസ് ആണെന്ന് കണ്ടു അല്ലേ. പിന്നെ ഇതിനകത്ത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് ആണ് ഏറ്റവും പ്രധാനമായും അതിനകത്തെ സബ്ജക്റ്റുകൾ. ഓപ്പൺ ഹെയിമിൻ്റെ ഒക്കെ ഡെഫിനേഷനിനകത്ത് സ്റ്റേറ്റ് മാത്രമായിരുന്നു. പക്ഷേ മോഡേൺ ഡെഫിനേഷൻ അനുസരിച്ച് അതിനകത്ത് ഇൻഡിവിജ്വൽസും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും സബ്ജക്റ്റുകളായിട്ട് വരുന്നുണ്ട്. സബ്ജക്റ്റാണ് നമ്മൾ ആക്ടേഴ്സ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഹു ആർ ദി സബ്ജക്ട്സ് ഓഫ് പബ്ലിക് ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ്, ഇൻഡിവിജ്വൽസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഇനി സ്റ്റേറ്റ്ഹുഡിന്റെ ഡെഫിനേഷൻ ആണ്. വാട്ട് ഈസ് ദി ഡെഫിനേഷൻ ഓർ വാട്ട് ഈസ് ദി ക്രൈറ്റീരിയ ഫോർ സ്റ്റേറ്റ്ഹുഡ് ബേസ്ഡ് ഓൺ പബ്ലിക് ഇന്റർനാഷണൽ ലോ? അവിടെ പോപ്പുലേഷൻ ഉണ്ട്, ടെറിട്ടറി ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്. 4മതാണ് ഏറ്റവും പ്രധാനം, ഫോറിൻ റിലേഷൻസ്. അതായത് മറ്റ് രാജ്യങ്ങൾ ഈ രാജ്യത്തെ റെക്കഗ്നൈസ് ചെയ്യണം, ആ രാജ്യവുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കണം. അതാണ് ഫോറിൻ റിലേഷൻസ് എന്നുള്ള ആംഗിൾ. 4മത് ഈ 4 ക്രൈറ്റീരിയ വരുമ്പോഴാണ് സ്റ്റേറ്റ്ഹുഡ് കിട്ടുക. അക്വിസിഷൻ ഓഫ് എ ടെറിട്ടറിക്ക് പ്രധാനമായി 5 കാര്യങ്ങളാണ്: ഒക്യുപ്പേഷൻ, അക്രീഷൻ, സെഷൻ, കോൺകസ്റ്റ്, പ്രിസ്ക്രിപ്ഷൻ. ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്തെങ്കിലും ഒരു 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 എഗ്രിമെന്റ് ബ്രീച്ച് ചെയ്താൽ അത് സ്റ്റേറ്റിലേക്ക് തന്നെ ആട്രിബ്യൂട്ട് ചെയ്താൽ സ്റ്റേറ്റ് അതിന് റിപ്പറേഷൻസ് നൽകാൻ ബാധ്യസ്ഥമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ഒരു സമ്മറി ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം കൊണ്ട് ഒരു പബ്ലിക് ഇന്റർനാഷണൽ ലോയുടെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, ഈ സിലബസിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അത് അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കാണാം. കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ പ്രീമിയം കോഴ്സിലേക്ക് ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.